ഇന്ന് പകലിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് എത്രയോ അനുഗ്രഹമാണ്. സ്തോത്രം സ്തോത്രം. ശാരീരികമായിട്ട് ക്ഷീണവും ബലഹീനതയും ഒക്കെ ഉള്ളവർ പോലും സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെയുള്ള ഉത്സാഹം കാണിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. സ്തോത്രം സ്തോത്രം. ഇന്ന് പകലിൽ നാം ഇവിടെ ദൈവസന്നിധിയിലാണ് ആയിരിക്കുന്നത്. ദൈവത്തിന് വലിയ കൂട്ടമോ ചെറിയ കൂട്ടമോ ഒന്നും വിഷയമല്ല. വിവിധ ഇടങ്ങളിൽ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മൾ ഇന്ന് അല്പസമയം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ്. Let us turn our attention to the book of Revelation, chapter 3, verse 21st. Amen. Stotram. To him who overcomes, I will grant to sit with me on my throne, as I also overcame and sat down with my Father on his throne. സ്തോത്രം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചില ദിവസങ്ങൾ ധ്യാനിച്ചതായ ഒരു വിഷയം ബി ആൻ ഓവർകമർ, ജയാളിയാകുക എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. 3 പാർട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. റോമാലേഖനത്തിൽ നിന്നും നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരത്തിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു, നാം ജയാളികളെക്കാൾ ജയാളികളാണ് എന്ന് ഉള്ള വചനം തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും നമ്മൾ ആ വിഷയം കണ്ടിന്യൂ ചെയ്തു. ഇന്ന് അതിനെ തുടർന്ന് തന്നെ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബി ആൻ ഓവർകമർ പാർട്ട് 4 ആണ് ഇന്നത്തെ നമ്മൾ പറയുന്നതായ ഈ എപ്പിസോഡ്. കർത്താവ് ഇതിലൂടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദൈവം ജയാളിയാണ്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവമക്കൾ ഒക്കെ ഈ ഭൂമിയിൽ ലോകം, ജഡം, പിശാച് എന്നിങ്ങനെയുള്ള ചില എനിമീസ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ജയാളികളായിരിക്കണമെന്നാണ്. സ്തോത്രം. ജയാളികളാകണമെങ്കിൽ ഒരു യുദ്ധമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു പരീക്ഷ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ജയാളികളാകുന്നത്? അപ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ പരീക്ഷകളുണ്ട്, ആത്മീയമായ പോരാട്ടങ്ങളുണ്ട്. അതിൽ കൂടെ എല്ലാം നമ്മൾ ജയിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകവും ഏക പ്രവചന ഗ്രന്ഥവുമാണ്. As we know about Revelation, book of Revelation is the last book in the New Testament, also the only prophetical book in New Testament. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണിത്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് യോഹന്നാൻ അപ്പോസ്തോലനെ ഉപദ്രവിച്ച് അനേക ദൈവമക്കളെ റോമൻ ചക്രവർത്തിമാർ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അപ്പോസ്തോലനായ യോഹന്നാനെ കൊല്ലാനായിട്ട് ചരിത്രം പറയുന്നത് അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിട്ടു എന്നാ മമ്മി പറഞ്ഞതുപോലെ. ഹിസ്റ്ററി സേസ് Emperor Domitian tried to destroy
Apostle John through a boiled oil. But he failed in that attempt. അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. തിളച്ച എണ്ണയിലിട്ടിട്ടും യോഹന്നാൻ അപ്പോസ്തലനെ കൊല്ലുവാൻ കഴിഞ്ഞില്ലെന്ന് മനസ്സിലാക്കി ഭയപ്പെട്ട് പെട്ടെന്ന് അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. അയാളുടെ സിംഹാസനം പോകുമെന്ന് അയാൾക്ക് ഭയങ്കര ഭയമുണ്ടായിരുന്നു. യേശുവിന്റെ ഫാമിലിയിൽ കസിൻസ് ആയിരുന്ന ചിലയാൾ രണ്ടുപേരെ പ്രത്യേകം അയാൾ പിടിച്ച് വിസ്തരിച്ചു. എന്താണ് നിങ്ങൾ പറയുന്ന ഈ രാജ്യം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യം, ഞങ്ങൾ പറയുന്ന ഈ രാജ്യം എന്ന് പറയുന്നത് അക്ഷരികമായ രാജ്യമൊന്നുമല്ല, അത് ഭാവിയിൽ വരുവാൻ പോകുന്ന ഒരു സത്യമാണ്. അതിനകത്ത് ഈ പണപരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നോക്ക്, ഞങ്ങളുടെ പോക്കറ്റ് നോക്ക്, ഞങ്ങളൊന്നും പൈസയൊന്നും ഉള്ളവരല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഡൊമീഷ്യൻ അവരെ വിട്ടു. കാര്യം അയാളുടെ ചിന്ത ഒരു രാജാവ് രാജ്യം സ്ഥാപിക്കും, അയാളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ഭയമായിരുന്നു അദ്ദേഹത്തെ ഭരിച്ചിരുന്നത്. അനേക റോമൻ ചക്രവർത്തിമാർ ദൈവമക്കളെ പീഡിപ്പിച്ച ചരിത്രം നമുക്കറിയാം. അങ്ങനെ പത്മോസ് ദ്വീപിൽ ആയിരുന്ന യോഹന്നാൻ ഒരു കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചു. ദൈവമക്കളുടെ ഒരു പ്രത്യേകതയാണ്, എവിടെയായിരുന്നാലും കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത്. അദ്ദേഹം ദൈവത്തെ ആരാധിച്ചു. തനിക്ക് പ്രയാസം വരുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനാണ്, എൻ്റെ ആയുസ് മുഴുവനും കർത്താവിന് വേണ്ടി ഞാൻ സേവിച്ചു, എനിക്കിങ്ങനെയെല്ലാം വന്നല്ലോ എന്നുള്ള പുറുപുറുപ്പുകളൊന്നും ഉണ്ടാകാതെ പകരം ദൈവത്തെ താൻ സ്തുതിച്ചു, ആരാധിച്ചു. പിറുവിറുക്കുന്നവരിലല്ല ദൈവാത്മാവ് ഇറങ്ങി വരുന്നത്, ആരാധിക്കുന്നവരിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കർത്തൃ ദിവസത്തിൽ ആത്മാവിലായത്. അങ്ങനെ ആത്മാവിലായി യോഹന്നാൻ ആ ദർശനം കാണുവാൻ തുടങ്ങി. ഒരു വലിയ ശബ്ദം അദ്ദേഹം കേട്ടു, നീ കാണുന്നത് പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് നോക്കാനായിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇതെല്ലാം എഴുതി 7 സഭകളുടെ പേര് പറഞ്ഞ ശേഷം അവകൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ യോഹന്നാൻ പത്മോസിൽ നിന്ന് മടങ്ങി വന്നിട്ട് രക്ഷപ്പെട്ടിട്ട് താൻ എഴുതിയതായ ആ പുസ്തകമാണ്, അങ്ങനെ നമുക്ക് ലഭിച്ചതാണ് ഈ വെളിപ്പാട് പുസ്തകം. ഏഷ്യ മൈനറിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തുർക്കിയിലുള്ള 7 സഭകളെയാണ് പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തത്. അവിടെ 7 സഭകൾ മാത്രമല്ലായിരുന്നു. എന്നാൽ ഈ 7 സഭകളുടെ പേരുകളുടെ ആ മീനിങ്ങും കൂടെ അർത്ഥമാക്കിക്കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ 7 സഭകളെ തെരഞ്ഞെടുത്തത്. ഈ 7 സഭകളും ഹിസ്റ്റോറിക്കലായിട്ട് സഭയുടെ ആരംഭം മുതൽ സഭയുടെ ഉൾപ്രാവണം വരെയുള്ള സഭാ പീരിയഡുകളെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൂതാണ് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുന്നുണ്ട്, എഫെസോസിലെ സഭയുടെ ദൂതനായി എഴുതുന്നത്, സ്മുർന്നയിലെ സഭയുടെ ദൂതനായി എഴുതുന്നത്. പക്ഷെ ഒടുവിൽ പറയുന്നുണ്ട്, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ല, എല്ലാ ദൈവമക്കൾക്കും ഇത് ഉള്ള സത്യമാണ് എന്നാണ് നമ്മൾക്ക് പഠിക്കുവാൻ കഴിയുന്നത്. എല്ലാ സഭകളുടെയും ദൂതിന്റെ ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ജയിക്കുന്നവന് ഞാൻ ഈ പ്രോമിസ് കൊടുക്കും, ഇത് കൊടുക്കും. അപ്പൊ ഈ സഭകളെ കുറിച്ച് എക്കാലത്തും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവമക്കൾ ജയിക്കണം, ഓവർകമേഴ്സ് ആയിരിക്കണം. ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കരുത്, ദൈവസഭയ്ക്കകത്തുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പ്, വിശുദ്ധന്മാരുടെ ഒരു പ്രത്യേക ഗ്രൂപ്പിനുള്ളതാണ് ഈ വാഗ്ദത്വം എന്ന് ആരും വിചാരിക്കരുത്. ജയിക്കുന്നവരെന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്ന എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന വാഗ്ദത്വമാണിത്. അത് എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലോകം, ജഡം, പിശാച് എന്നീ ശത്രുക്കൾ. ആ ശത്രുക്കളെ ജയിക്കുന്നത് എങ്ങനെയാണ്? ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസത്താൽ. ജഡത്തെ എങ്ങനെയാ നമ്മൾ ജയിക്കുന്നത്? നാം ജഡത്തെ വിട്ട് ഓടിപ്പോകുന്നതിനാൽ. പിശാചിനെ എങ്ങനെ ജയിക്കുന്നത്? പിശാചിനോട്
എതിർത്ത് നിൽക്കുന്നതിനാൽ. അപ്പോൾ ഫെയ്ത്ത്, ഫ്ലീ ആൻഡ് ഫൈറ്റ്, ഈ 3 മെത്തേഡ്സ് ആണ് ജയിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ തീം നമുക്ക് എഫേസ്യ ലേഖനത്തിലാണ് പഠിക്കാൻ പറ്റുന്നത്. ഞാൻ ആ ഭാഗം ഇപ്പോഴ് തൊടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ സഭയോട് പറയുന്നത് നോക്കുക. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഇത് പറയുന്നത്, കാര്യം ഇന്നത് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫേസോസിലെ സഭ എന്ന് പറയുമ്പോൾ AD 70 മുതൽ ദൈവസഭയ്ക്കകത്ത് ഉപദേശപരമായ ഒരു അയവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സഭയെ തിരഞ്ഞെടുക്കുന്നത്. ഈ സഭയുടെ എഫെസോസ് എന്ന് പറഞ്ഞാൽ അയവെന്നാണ് അർത്ഥം. ഇവരുടെ വിഷയങ്ങൾ നമ്മൾ പഠിച്ചാൽ പരിശുദ്ധാത്മാവ് ഇവരോട് പറയുന്നത്, ദൈവം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ വളരെ വിശേഷമായ രീതിയിലാണ്. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പൊ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം, ഐ നോ യുവർ സർക്കംസ്റ്റാൻസസ്, ഐ നോ യുവർ ഡീഡ്സ്. നിന്റെ പ്രവൃത്തികളും നിന്റെ സാഹചര്യങ്ങളും എല്ലാം ഞാൻ അറിയുന്നു. അത് അവർക്ക് മാത്രമല്ല, എല്ലാ ദൈവമക്കൾക്കും ഉള്ളൊരു സന്തോഷമാണ്. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സാഹചര്യങ്ങളും നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം അറിയുന്ന ഒരാളുണ്ടല്ലോ എന്നോർക്കുന്നതിന് എന്ത് സന്തോഷമാണ്. സ്തോത്രം. പക്ഷെ അവരെക്കുറിച്ച് ആ നല്ല കമന്റേഷനൊക്കെ പറഞ്ഞ ശേഷം ഒരു കാര്യം പറഞ്ഞു, പക്ഷേ യു നീഡ് ടു കറക്റ്റ് വൺ തിങ്, ദിസ് ഈസ് എ കറക്ഷൻ. പക്ഷെ നിനക്ക് ഒരു കുഴപ്പമുണ്ട്, യു ലോസ്റ്റ് യുവർ ലവ്. നിന്റെ ആദ്യ സ്നേഹം അങ്ങ് വിട്ടുപോയിട്ടുണ്ട്, കുറഞ്ഞു പോയിട്ടുണ്ട്. അത് നീ കറക്റ്റ് ചെയ്യണം. സ്തോത്രം. കറക്റ്റ് ചെയ്താൽ ഞാൻ ഇന്ന പ്രോമിസ് ചെയ്യാൻ നിനക്ക് തരും. ഇഫ് യു കറക്റ്റ് ദിസ് തിങ്സ് യു വിൽ റിസീവ് വൺ പ്രോമിസ്. നിനക്ക് പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കിട്ടും. സ്തോത്രം. ഏദനിൽ പാപത്തിന്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയ ആ പരദീസയിലെ ജീവവൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നാൻ തരാം. സ്തോത്രം. പക്ഷേ ഇഫ് യു റിഫ്യൂസ് ഓർ റിജക്ട് ദിസ് അഡ്വൈസ്, പക്ഷെ നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, സ്തോത്രം, നിനക്ക് ഇന്ന പണിഷ്മെന്റ് കിട്ടും, പെനാൽറ്റി കിട്ടും. നിന്റെ ആ നിലവിളക്ക് നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും എന്നാണ് അവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. നിനക്ക് കുറെ കൂടെ ബ്ലെസ്സിങ് ഉണ്ട്. നിക്കോലാവിയരെന്ന് പറയുന്ന കൾട്സ് റോങ് ടീച്ചിങ്ങിനെ നീ വെറുക്കുന്നു. യു ഹേറ്റ് ടീച്ചിങ് ഓഫ് നിക്കലോവിയൻസ്. ഐ ആൾസോ ഹേറ്റ് ദാറ്റ്. ദൈവം വെറുക്കുന്നതിനെ അവർ വെറുക്കുന്നവരാണ്. അതെല്ലാം ദൈവം കമന്റ് ചെയ്തു. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, ഇത്രയും ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു കുറ്റം സാരമില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ അതിനുകൂടെ നീ കറക്ഷൻ ചെയ്യണം എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു. ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ഈ ദൈവാത്മാവിന്റെ ഒരു പ്രത്യേകത, ഇതിൽ മെജോറിറ്റി സഭകൾക്കും അവർക്കെല്ലാം ചില നന്മകളുണ്ട്. ഒരു നന്മയില്ലാത്ത ഒരു സഭയേ ഉള്ളൂ, ലവോഡീഷ്യ. ഒരു കുറ്റവും പറയാത്ത 2 സഭകളുണ്ട്, സ്മുർണയും ഫിലദൽഫിയയും. ബാക്കിയുള്ള സഭകൾക്കെല്ലാം കുറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ കുറ്റങ്ങൾ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് കുറ്റമല്ല എടുത്തു പറയുന്നത്. പിന്നെ ആദ്യം അവരുടെ നല്ല ഗുണങ്ങളെല്ലാം അവരങ്ങ് പരിശുദ്ധാത്മാവ് എടുത്തു പറയുകയാണ്. നമ്മൾ ഒരാളുടെ ജീവിതത്തിലെ തെറ്റു മാത്രം ഒരാളോട് പറയുവാണെങ്കിൽ ആളിന്റെ മുഖമൊക്കെ അങ്ങ് വിളറി നമ്മളോട് എതിർത്ത് നിൽക്കാനുള്ള ഒരു പ്രേരണയുണ്ടാകും. എന്നാൽ അവരുടെ നന്മ വശങ്ങൾ പറയുമ്പോൾ അത് സന്തോഷത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്യുകയും ഇന്ന കറക്ഷനോട് ചെയ്ത നല്ലതാണെന്ന് പറയുമ്പോൾ അതൊരു കറക്ഷൻ ഏറ്റെടുക്കാനുള്ള ഒരു പ്രയോജനവുമാകും. അപ്പോൾ എഫെസോസിലെ സഭ അവരുടെ പ്രത്യേകത, സഭയെന്ന് പറയുന്നത് 7 പൊൻനിലവിളക്കുകളെയാണ് കർത്താവ് കാണിച്ചിരിക്കുന്നത്.
7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവൻ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നവൻ. അതിന്റെ അർത്ഥവും പരിശുദ്ധാത്മാവ് തന്നെ വിവരിച്ചിട്ടുണ്ട്. ഈ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നെന്ന് പറയുന്നത് 7 ശുശ്രൂഷകന്മാരാണ്. 7 ശുശ്രൂഷകന്മാരാണ്. ഇനിയും ആവർത്തന പുസ്തകം 33-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ശുശ്രൂഷകന്മാര് മാത്രമല്ല, സകല വിശുദ്ധന്മാരും അവന്റെ ഉള്ളം കരങ്ങളിൽ ഇരിക്കുന്നു എന്നാണ്. അവൻ നമ്മെ അവന്റെ കൈകളിൽ വരച്ചിരിക്കുകയാണ്. സ്തോത്രം. അതുമാത്രമല്ല, ഈ ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത് ദൈവത്തിന് പൊൻനിലവിളക്ക് പോലാണ്. പൊന്നെന്ന് പറയുന്ന മെറ്റീരിയൽ വളരെ പ്രഷ്യസ് ആയിരിക്കുന്നത് പോലെ ദൈവസഭ ദൈവത്തിന് പ്രഷ്യസ് ആണെന്നാണ് നമുക്കവിടെ പഠിക്കുവാൻ കഴിയുന്നത്. ഈ സഭയുടെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രകാശം കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ കാര്യമായി പറയുന്നത്. നമ്മൾ ദൈവത്തിന് വിലയേറിയവരാണ്. ഈ സഭകളിൽ പലർക്കും കുറ്റങ്ങളൊക്കെ ഉണ്ട്. ലവോദിക്ക സഭയെക്കുറിച്ചാണെങ്കിൽ ഒരു ഗുണവും പറയാനില്ല. പക്ഷെ ദൈവം അവരുടെയും മധ്യത്തിലുണ്ട്. അവർക്കും ദൈവം സമീപസ്ഥനായിട്ടുണ്ട്. അത് ദൈവത്തിന്റെ നിയർനെസ്സിനെയാണ് കാണിക്കുന്നത്. അപ്പം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. എഫെസോസിലെ ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഈ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ഡിസേണിങ് സ്പിരിറ്റും എല്ലാം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ യു നീഡ് ടു കറക്റ്റ് വൺ തിങ്. യു നീഡ് ടു റിപ്പന്റ്. റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റിപ്പീറ്റ്. നീ ചെയ്യുക. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുക. മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, ഓർക്കുക, മാനസാന്തരപ്പെടുക, പിന്നെ പഴയ പ്രവൃത്തി ചെയ്യുക. ദൈവ സ്നേഹമില്ലാതെ, മാനസാന്തരമില്ലാതെ പ്രവൃത്തി വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാം സഭയിലേക്ക് വരുമ്പോൾ 2-ാമത്തെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്മുർണ സഭയെക്കുറിച്ചാണ്. ഈ സഭയെക്കുറിച്ച് പറയാൻ ഒരു കുറ്റവുമില്ല. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ പറഞ്ഞതായതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. സ്മുർണ ആ ദേശത്ത് അവരുടെ ഒരു വലിയ പ്രോഡക്റ്റ് ബിസിനസ് എന്ന് പറയുന്ന മിറ എന്ന് പറയുന്ന മൂരെന്ന് പറയുന്ന വസ്തുവായിരുന്നു. ആ മൂരിന്റെ അർത്ഥം തന്നെ അത് കയ്പെന്നാണ്, കയ്പുള്ളതാണ്. പക്ഷെ ഇതാണ് അനേകം പ്രഷ്യസ് ആയിട്ടുള്ള സൗരഭ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ സഭ എടുത്തേക്കുന്നത്. ഈ സഭ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയ സഭയാണ്. ഭയങ്കര കഷ്ടം. ഞാൻ നിന്റെ കഷ്ടതയും, ഞാൻ നിന്റെ ദാരിദ്ര്യവും, നീ സഹിക്കുന്ന ദൂഷണവും ഒക്കെ ഞാൻ അറിയുന്നു. എവിടുന്നാണ് അവർക്ക് കഷ്ടത വന്നത്? എന്തിനാണ് അവർ കഷ്ടത്തിലായത്? സ്തോത്രം. അന്ന് നിലവിലുണ്ടായിരുന്ന ഒന്നാണ് ചക്രവർത്തി ആരാധന, എംപറർ വർഷിപ്പ്. പക്ഷെ ഈ ദൈവമക്കൾ അതിന് കൂടിയില്ല. അപ്പോൾ റോമൻസിൽ നിന്ന് ഇവർക്കൊരു പെർസിക്യൂഷൻ വന്നു. എംപറർ വർഷിപ്പ്, ചക്രവർത്തി ആരാധന ഇവർ സ്വീകരിക്കുന്നില്ല. യഹൂദന്മാർ ഇവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവർ പറയാൻ തുടങ്ങിയത് എന്താണ്? ഇവര് നമ്മുടെ ട്രഡീഷൻ, പാരമ്പര്യം, സിനാഗോഗിന്റെ പാരമ്പര്യം ആചരിക്കുന്നില്ല, മറിച്ച് യേശുവിനെ വർഷിപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവരും പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ പെർസിക്യൂഷൻ. അപ്പൊ ഇവരുടെ ഫിനാൻഷ്യലി ഇവരെ സ്ട്രഗിൾ ചെയ്യിക്കാൻ തുടങ്ങി. അവർക്ക് പോവർട്ടിയായി. പിന്നെ ഇവരെ കുറിച്ച് ദൂഷണം പറയാൻ തുടങ്ങി. സ്തോത്രം. ഗോസിപ്പ്. എന്താ ദൂഷണം പറഞ്ഞത്? ഇവര് ക്രിസ്ത്യാനികളൊന്നും അല്ല കേട്ടോ, ഇവര് കള്ളന്മാരാണ്, ഇവര് നമ്മുടെ ആചാരം അനുഷ്ഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ കുറിച്ച് ദോഷണം പറയാൻ തുടങ്ങി. പക്ഷെ കർത്താവ് പറഞ്ഞു, അവരാണ് കള്ളന്മാര്, അവർ യഹൂദന്മാരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, അവർ സാത്താന്റെ പള്ളിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. സ്തോത്രം. അവരോട് പറയും പക്ഷെ അന്നേരം അവർ വിചാരിച്ചു കാണും, ഓ നിന്റെ കഷ്ടതയൊക്കെ തീർന്നു, നിനക്ക് ഇനിയും പ്രതിഫലത്തിനുള്ള സമയമാണ്, ഓ ഇറ്റ് ഈസ് ഓവർ, നൗ ഇറ്റ് ഈസ് ടൈം ഫോർ ടു റിലാക്സ്. ദാറ്റ്സ് വാട്ട് ദേ എക്സ്പെക്റ്റഡ്, ബട്ട് that is not what they heard. അവരതല്ല കേട്ടത്. ഒരുപക്ഷെ നിന്റെ കഷ്ടത ചിലപ്പം അത് കണ്ടിന്യൂ ചെയ്തെന്നിരിക്കും, അത് ചിലപ്പം വർദ്ധിച്ചെന്നിരിക്കും. ഡോണ്ട് ഫിയർ ഓർ ഫ്ലീ. പേടിക്കണ്ട, ഓടിപ്പോകണ്ട, സഹിക്ക്, ഞാൻ കൂടുണ്ട്. ഐ വിൽ ബി വിത്ത് യു. ഞാൻ ലോകത്തെ ജയിച്ചവനാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. അങ്ങനെ നീ സഹിക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യും, നിനക്ക് എന്ത് ലഭിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്?
നീ മരണപര്യന്ത വിശ്വസ്തനായിരിക്കുക, ഞാൻ ജീവകിരീടം നിനക്ക് തരും. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരുത്തില്ല. There is a second death. എന്താണ് ഈ രണ്ടാം മരണം എന്ന് പറയുന്നത്? അതും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. വിശുദ്ധന്മാർ ഉയർക്കും, രൂപാന്തര ശരീരം പ്രാപിച്ച് യേശുവിനോടുകൂടെ സ്വർഗത്തിൽ വാഴുവാൻ. ദൈവത്തെ അറിയാത്തവരും ഉയർക്കും, അവരും ഒരു രൂപാന്തര ശരീരം പ്രാപിക്കും. ആ രൂപാന്തര ശരീരം എന്ന് പറയുന്നത് തീക്കകത്ത് അത് ഇല്ലാതാകുന്നതല്ല, സർവൈവ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. പക്ഷേ അത് എറ്റേണലായിട്ട് ആ ഫയറിനകത്ത് കിടന്ന് അവര് ടോർമെന്റ് ചെയ്യപ്പെടുന്ന, ദണ്ഡിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. അതാണ് രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ. രക്ഷിക്കപ്പെടാത്തവർ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ ന്യായവിധിക്ക് വേണ്ടി പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം മരണം അത് നിങ്ങൾക്കുണ്ടാകത്തില്ല, നിങ്ങൾക്ക് ജീവകിരീടം ലഭിക്കും. എന്തിനാണ് ദൈവം ഈ കഷ്ടത ദൈവമക്കൾക്ക് നൽകുന്നത്? എന്താണ് ദൈവം അത് സ്റ്റോപ്പ് ചെയ്യാത്തത് എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരാം. ഈ സ്മൃതാ സഭക്കാർ നല്ല ദൈവമക്കളല്ലേ? എന്തിനാണ് ദൈവം കഷ്ടം അനുഭവിക്കുവാൻ അനുവദിക്കുന്നത്? ദൈവമക്കൾക്കറിയാം, ദൈവവചനം പറയുന്നുണ്ട്, കഷ്ടതയ്ക്ക് ദൈവത്തിന് പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. സഫറിങ്സ് പ്യൂരിഫൈ സെയിൻസ്, വിശുദ്ധന്മാരെ ശുദ്ധീകരണത്തിനായിട്ട് ചിലപ്പോൾ ദൈവം കഷ്ടത അനുവദിക്കാറുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പഠിച്ചല്ലോ, സാംസ് 119, 119 സങ്കീർത്തനം 67 വാക്യം. എന്താ നമ്മൾ കണ്ടത്? ഞാൻ കഷ്ടത്തിലാകുന്നതിന് മുമ്പ് തെറ്റിപ്പോയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കഷ്ടത ദൈവം അനുവദിക്കുന്നതെന്ന് അവിടെ ഒരു കാര്യമുണ്ട്. 71, 72, 71 and 72. നിന്റെ ന്യായപ്രമാണങ്ങളെ, നിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് ഗുണമായി. നിന്റെ ഏറിയ പൊന്നിനേക്കാളും തങ്കത്തെക്കാളും വിലയേറിയതാണ് എനിക്ക് നിന്റെ ന്യായപ്രമാണം. അപ്പോൾ ഈ കഷ്ടതയിൽ വന്നതുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് അത് പഠിച്ച് അനുസരിക്കുവാനുമുള്ള ഒരു മുഖാന്തരമായി തീർന്നു ദൈവമക്കളുടെ കഷ്ടതകൾ. Sometimes God allows sufferings for to refine us, for to purify us. Sometimes God allows suffering for to correct us. നമ്മെ കറക്ഷൻ നടത്തുവാൻ. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, സ്നേഹിക്കുന്ന പിതാവ് തന്റെ മക്കളെ ശിക്ഷിക്കുന്നു, ഡിസിപ്ലിൻ ചെയ്യുന്നു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഗുണമാകണമെങ്കിൽ നമ്മൾ അതിന്റെ കാരണം കണ്ടുപിടിച്ച് ക്രമീകരിക്കപ്പെടണം. എന്തുകൊണ്ടാണ് കർത്താവേ? എന്നെ ശുദ്ധീകരിക്കുവാനാണോ? ഞാൻ നിന്നെ കൂടുതൽ അനുസരിക്കുവാനാണോ എന്ന് നാം പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുന്നത്. പൗലോസ് പറയുന്നു, അദ്ദേഹം നിഗളിച്ചു പോകാതിരിക്കുവാൻ ദൈവം ഒരു ശൂലമാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ആ കഷ്ടതയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ മൂർ എന്ന് പറയുന്ന വസ്തുവാണ് അവരുടെ വലിയൊരു ട്രേഡ് ആയിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് സൗരഭ്യമാകുന്നത് എങ്ങനെയാ? പൊടിച്ച് തീയിലൂടെ കടത്തി അത് ബേൺ ചെയ്ത് ആ പ്രോസസ്സിലൂടെ കടത്തി വിടുമ്പോഴാണ് അത് സൗരഭ്യമാകുന്നത്. ദൈവമക്കൾ കഷ്ടതയുടെ ചൂളയിലൂടെ കടത്തിവിട്ടിട്ടവരെ ദൈവം അവരെ സൗരഭ്യമാക്കുക എന്നുള്ളത്, പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അങ്ങനെ നാം ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമുക്ക് പ്രതിഫലം നൽകും എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെയും കഷ്ടതയുടെ നടുവിലും നിങ്ങൾ ബി ആൻ ഓവർകമർ, ജയിക്കുന്നവരാകുക എന്നാണ് നമ്മൾ വായിക്കുന്നത്. അടുത്ത പെർഗമോസിലെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോഴും അവരോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളടമാകുന്നെന്നും എനിക്കറിയാം. നീ എന്റെ നാമം മുറുകെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും
എങ്കിലുള്ള വിശ്വാസം നീ നിഷേധിച്ചില്ല. ഭയങ്കര പ്രതികൂലങ്ങളൊക്കെ വന്നു. എന്നാൽ ഇനി ഇവിടെ വലിയ പ്രതികൂലമാണല്ലോ, ഇവിടെ നമുക്ക് പോയേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ പോയില്ല. നിങ്ങൾ അതെല്ലാം സഹിച്ചു നിന്നു. അത് ഞാൻ അതെല്ലാം അറിയുന്നുണ്ട്. സ്തോത്രം. എന്നിട്ട് പറയുക, പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കൊരു കറക്ഷൻ ആയിട്ടുണ്ട്. ലോട്ട് ഓഫ് കമന്റ്സ് ആർ ദെയർ, ബട്ട് വൺ കറക്ഷൻ യു നീഡ് ടു ഡു ദിസ്. എങ്കിലും ഇതിനെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ നിനക്കുണ്ട്. മാത്രമല്ല ഔവണ്ണം നിക്കലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും നിനക്കൊണ്ട്. മാനസാന്തരപ്പെടണം. നിക്കലോഷ്യൻസ് അവരാരാണ്? അവരൊരു ദുരുപദേശക്കാരാണ്. അവരുടെ കാര്യവും ഞാൻ വിവരിക്കുന്നില്ല. ബിലയാം ആരാണെന്ന് നമുക്കറിയാം. സംഖ്യാപുസ്തകത്തിൽ ബിലയാമിന്റെ ഉപദേശം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ ചതിക്കുവാനായിട്ട് അവരെ ദുർനടപ്പുകാരും വിഗ്രഹാരാധികളും ഒക്കെ ആക്കി അവരെ മലിനപ്പെടുത്തുവാൻ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തയാളാണ് ബിലയാം. അതിനെ നിങ്ങൾ സഹിക്കുന്നു. എഫെസോസിലെ ദൈവമക്കളാണെങ്കിൽ നിക്കോലാവിയരുടെ ഉപദേശത്തെ പകയ്ക്കുന്നവരായിരുന്നു, ഹെയ്റ്റ് ചെയ്തവരായിരുന്നു. അവര് ആ പാപികളെ അവര് സ്നേഹിച്ചു, പക്ഷെ അവരുടെ പാപത്തെ അവര് വെറുത്തു. പക്ഷെ ഇവിടെ ഈ പെർഗമോസുകാരാണെങ്കിൽ പാപികളെ സ്നേഹിക്കുക മാത്രമല്ല അവരുടെ പാപത്തെ കൂടെ അക്സെപ്റ്റ് ചെയ്തു, സ്വീകരിച്ചു. അതും കുഴപ്പമില്ല, ഭിന്നതയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, സഭയിൽ ആള് വരട്ടെ എന്ന് വിചാരിച്ച് അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പറഞ്ഞു ഇത് ശരിയാകത്തില്ല. കൊള്ളരുതാത്തവരെ നിങ്ങൾ സഹിക്കുന്നവരാണെങ്കിൽ ഒടുക്കം നിങ്ങൾ ആ പട്ടണത്തിലെ കൊള്ളരുതാത്തവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സഭയാകുമെന്ന്. അങ്ങനെ ഒരു വലിയ കൂട്ടമൊന്നും വേണമെന്നില്ല. ദൈവം വലിയ കൂട്ടത്തെയല്ല ആഗ്രഹിക്കുന്നത്. കൊള്ളരുതാത്തവരും ദൈവവചനം അനുസരിച്ച് പോകാത്തവരുമായ ഒരു വലിയൊരു കൂട്ടം ആളുകളുള്ള ഒരു സഭയാണെന്ന് പറയുന്നത് ദൈവത്തിന് വലിയ കാര്യമൊന്നുമില്ല. കുറച്ചുപേരെ ഉള്ളെങ്കിലും വചന അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ താല്പര്യമുള്ളവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കുറവുള്ളവരാരും സഭയിൽ വരണ്ടെന്നല്ല പറഞ്ഞത്. കുറവുള്ളവർക്ക് സഭയിൽ വരാൻ വെൽക്കം. എന്നാൽ അവരുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ക്രമപ്പെടുത്തുവാനുള്ള ഒരു മനസ്സുകൂടെ വേണം. ഹല്ലേലൂയ, സ്തോത്രം. മിസ്റ്റേക്ക് ക്യാൻ കം എനിവൺ ബിക്കോസ് വി ആർ ഹ്യൂമൻ. വി അക്സെപ്റ്റ് ദം, വി വെൽക്കം ദം, but they need a mind to repent and change their lifestyle. അവരുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യുവാനുള്ള ഒരു മനസ്സും കൂടെ വേണം. അതാണ് നമ്മൾ പറയുന്നത്. അടുത്തത്, ഇവര് ജയിക്കുമ്പോൾ അവർക്ക് എന്താ കിട്ടുന്നതെന്നറിയാമോ? ജയിക്കുന്നവന് ഞാന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. Promise is this, I will give you a hidden manna, heavenly food. മന്ന എന്താണെന്ന് നമുക്കറിയാം. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലാണ്. ഇറ്റ് വാസ് എ സിംബൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ ഭൂമിയിലും നിത്യതയിലും കർത്താവിനെ അനുഭവിച്ച് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഞാന് ഒരു വെള്ളക്കല്ലും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന ഒരു പുതിയ പേരും കൊടുക്കും. ഐ വിൽ ഗിവ് യു എ സ്പെഷ്യൽ ഗിഫ്റ്റ്. ഐ വിൽ ഗിവ് യു എ വൈറ്റ് സ്റ്റോൺ ആൻഡ് ഹിസ് നെയിം വിൽ ബി റിട്ടൺ ഇൻ ദാറ്റ് വൈറ്റ് സ്റ്റോൺ. അതൊരു സ്പെഷ്യൽ ഫേവറായിട്ട് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. വൈറ്റ് സ്റ്റോൺ, ന്യൂ നെയിം. നെയിം എപ്പോഴും സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. എ ന്യൂ ക്യാരക്ടർ, അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത ചർച്ചിൽ പറഞ്ഞിരിക്കുന്നത് തുയത്തൈര സഭയെക്കുറിച്ചാണ്. ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഓരോ സഭകൾക്കും ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് തന്നെ വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രം. സുവർണ സഭയോട് പറഞ്ഞത്, ഞാൻ അതെല്ലാം സമയക്കുറവുകൊണ്ട് വായിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ആദ്യനും അന്ത്യനുമായവൻ. മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കണമെങ്കിൽ മനുഷ്യനാകണം. ദൈവത്തിന് മരിക്കാൻ പറ്റത്തില്ല. ദൈവമായിട്ട് വരുവാണെങ്കിൽ മരിച്ച് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം തരുത്തുവാൻ സാധിക്കത്തില്ല. നമുക്ക് ആർക്കും അവനെ തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ മനുഷ്യൻ മാത്രമാണെങ്കിൽ, നല്ലൊരു മനുഷ്യൻ മരിച്ചെന്ന് മാത്രമേ വരത്തുള്ളൂ. നമുക്ക് പാപപരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. അവൻ ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ച ക്രിയേറ്റർ, ആദ്യനും അന്ത്യനുമാകുന്നു.
അവനെക്കുറിച്ചാണ് അവരോട് പറഞ്ഞത്. ഈ തുയത്തീരക്കാരോട് പറയുന്നത്, ഈ അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനും വെള്ളോടിന് സദൃശമായ കാലുള്ള ദൈവപുത്രൻ അരുളി ചെയ്തത്, ഞാൻ നിന്റെ പ്രവൃത്തിയും സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തിലും ഏറെ എന്ന് ഞാൻ അറിയുന്നു. സാധാരണ കുറെ കഴിയുമ്പോഴൊക്കെ ദൈവമക്കളുടെ ഈ സ്നേഹവും ആത്മീയ ഉത്സാഹവും ഒക്കെ കുറഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷെ ഈ തുയത്തരക്കാരോട് പറയുകയാണ്, പഴയതിനേക്കാട്ടിൽ നിങ്ങൾക്ക് അതെല്ലാം വർദ്ധിച്ചു വരിക, ഏറെയാണെന്ന് ഞാൻ അറിയുന്നു. പക്ഷേ എങ്കിലും ഒരു കുറ്റം നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്നൊരു സ്ത്രീയെ നീ അനുവദിക്കുന്നെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ഇവിടെ 3 കൂട്ടം ആളുകളുണ്ട്. ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തരായ ഒരു കൂട്ടം ആളുകൾ. വേറൊരു കൂട്ടം ജിസബേൽ ആൻഡ് ഹെർ പാർട്ടി, ഇസബേലും അവളുടെ കൂട്ടരും. വേറൊന്ന് ടോളറേറ്റിംഗ് പാർട്ടി, ഇസബേലിനെ സഹിക്കുന്നവര്. ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നുവോ എന്ന് സൂക്ഷ്മമായി നമുക്കറിയത്തില്ല. പക്ഷെ അവളെക്കുറിച്ച്, അങ്ങനെ പേരുള്ള ഒരു സ്ത്രീയെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിലെ ഒരു രാജാവ് ഒരു ജാതീയ സ്ത്രീയായ ഇസബേലിനെ വിവാഹം കഴിച്ചു. അവൾ മൂലം ഇസ്രായേൽ മക്കളിൽ വിഗ്രഹാരാധന അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ഇടയായി. അങ്ങനെ ഉള്ള ഒരു സ്ത്രീ, അവളുടെ സ്വഭാവം എന്ന് പറയുന്നത്, അവളാണ് ആഹാബിനെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു കൺട്രോളിങ് സ്പിരിറ്റ് ആണ്. അവളുടെ സ്വഭാവം എന്ന് പറയുന്നത് അഭിഷക്തന്മാരെ, ദൈവദാസന്മാരെ ഇല്ലാതാക്കുക, അവരുടെ വായടയ്ക്കുക, വചനം പറയാതിരിക്കുക, മാത്രമല്ല വചനം പറയുവാൻ സമ്മതിക്കാതിരിക്കുക, മാത്രമല്ല ദുർനടപ്പ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതിന് പ്രോത്സാഹനം നടത്തുക. ഇതായിരുന്നു അവളുടെ പ്രത്യേകത. പുതിയ നിയമത്തിൽ ഇവളെ ഒരു സ്പിരിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സ്ത്രീയുടെ പ്രത്യേകതയല്ല. എല്ലാ പുരുഷനായാലും സ്ത്രീയാണെങ്കിലും ദൈവവചനത്തിന് വിരോധമായി നിൽക്കുന്നതെല്ലാം ഇസബേലിന്റെ ആത്മാവാണ്. സ്തോത്രം. പ്രവാചകനായ ഏലിയാവിന്റെ തലയെടുക്കും, നിന്നെ അവരിൽ ഒരുത്തനെ പോലെ ഞാൻ ആക്കുമെന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് ഇനി ഞാൻ മിണ്ടിക്കത്തില്ല എന്ന് പറഞ്ഞത് ഇവളുടെ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ കയറിക്കഴിഞ്ഞാൽ ഏലിയാവിന് സംഭവിച്ചതുപോലെ തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. പ്രത്യാശ അങ്ങ് പോയി, ഇനി ചത്താ മതി, നാണം കേട് വരണ്ട, മരിച്ചാ മതി, ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാതാകും. ഏലിയാവിന്റെ ആത്മാവോടുകൂടെ യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ഇതേ ആത്മാവ് അവനെതിരായി പ്രവർത്തിച്ചു. അതാണ് ഹേരോദി എന്ന് പറയുന്ന ഒരു സ്ത്രീയിലൂടെ അവനെ നശിപ്പിക്കുവാനായി പ്രവർത്തിച്ചത്. ഹേരോദിയുടെ പാപത്തിനെതിരായി അവൻ പറഞ്ഞപ്പോൾ അവള് ചെയ്തത് യോഹന്നാൻ സ്നാപകന്റെ തലവെട്ടി താലത്തിൽ തരാൻ പറഞ്ഞു. എന്തോ അതിന്റെ അർത്ഥം? തലയും കൊണ്ടല്ലേ സംസാരിക്കുന്നത്, എന്നെ ഇനി നിന്നെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ല. അതുമാത്രമല്ല, അവന്റെ ജീവിതത്തിൽ അതിനു മുമ്പേ തന്നെ സംശയം വന്നു. അവന്റെ വിശ്വാസത്തെക്കുറിച്ചും അവന്റെ ദൗത്യത്തെക്കുറിച്ചും എല്ലാം സംശയിച്ചിട്ട് പറയുകയാണ്, വരുവാനുള്ളവൻ നീയാണോ അതോ ഞങ്ങൾ വേറൊരുത്തനെ കാത്തിരിക്കണമോ? അപ്പൊ ഇസബേലിന്റെ ആത്മാവെന്ന് പറയുന്നത് എന്താ? വചനത്തിനെതിരായി നിൽക്കുക, ദൈവദാസന്മാരെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കാതിരിക്കുക, കൺട്രോൾ ചെയ്യുക. ഞാൻ പറയുന്നോണം എല്ലാം നടക്കണമെന്ന് പറയുന്ന കൺട്രോൾ ചെയ്യുക. മാത്രമല്ല ആ വിശ്വാസമെല്ലാം മറപ്പിച്ചു കളയുക, ഓർമ്മ ഇല്ലാതാക്കുക, മരണഭീതി വരുത്തുക. ഇന്ന് ദൈവസഭകളിലും ദേശത്തുമൊക്കെ ഈ ആത്മാവ് വ്യാപരിക്കുന്നത് കൊണ്ടാണ് അനേക സഭകളിൽ ഭിന്നതയുണ്ടാകുന്നതും അനേക ദൈവദാസന്മാരെ കൊല്ലുന്നതുമൊക്കെ ഈ സ്പിരിറ്റാണ്. ഇതിനെ ജയിക്കുക അല്ലാതെ ഇതിന്റെ മേൽ പരിഹാരമില്ല. ഇസബേലിന്റെ ശക്തിയെ നമ്മൾ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. കർത്താവിന് മഹത്വം. ഏലിയാവ് പേടിച്ചു. ഏലിയാവിനോട് ദൈവാത്മാവ് പറഞ്ഞു, ഏലിയാവെ നീ പേടിച്ചു പോയിട്ട് കാര്യമില്ല, ഇതിന് പരിഹാരം വരുത്തണം. നിന്നെ കൊണ്ട് സാധ്യമല്ലെങ്കിൽ നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്കുള്ള ഏലീശയെ കൊണ്ടും യേഹൂവിനെ കൊണ്ടും ഞാനത് ജയിക്കും. എന്തായാലും ഇസബേലിന്റെ ആത്മാവിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ ദൈവസഭയ്ക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ, യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. ഇതൊരു വലിയ സ്പിരിറ്റാണ്. അതിനെ വിവേചിച്ചു മനസ്സിലാക്കി നാം ശുശ്രൂഷിക്കണം. ജയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും
ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഓവർകമേഴ്സിനുള്ള ഒരു പ്രതിഫലമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതും അപ്പോസ്തലന്മാരോട് പറഞ്ഞൊരു ഒരു പ്രോമിസ് തന്നെയാണ്. ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞെന്താ? നിങ്ങളും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12ന്റെയും ന്യായം വിധിക്കും എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദത്തിൽ ഈ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ഈ വിശുദ്ധന്മാർക്ക് ഈ അവകാശം ലഭിക്കുമെന്നാണ് വായിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ സങ്കീർത്തനം 2 വായിക്കുന്നത്. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അത് കർത്താവിനുള്ള വാഗ്ദത്തമാണ്. പക്ഷെ ജയിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, ഈ വാഗ്ദത്തം ഞാൻ നിങ്ങൾക്കും തരും. എന്നോടുകൂടെ നിങ്ങൾ സിംഹാസനത്തിലിരുന്ന് നിങ്ങളും ജയിക്കും, നിങ്ങളും ഭരിക്കും. അപ്പൊ നോക്കുക, നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം? എനിക്കും ജയിക്കണം. ഈ പൈശാചിക ശക്തിയെ കണ്ടിട്ട് പേടിച്ചോടുവാനല്ല, എന്നെ മരണഭീതിയിലാക്കുന്നെങ്കിൽ എനിക്കുള്ള എൻ്റെ വാഗ്ദത്തങ്ങളും എൻ്റെ അനുഗ്രഹങ്ങളും എല്ലാം മറപ്പിച്ചിട്ട് ദൈവവചനം എത്രയോ പേര്, നമ്മൾ എത്രയോ പ്രസംഗങ്ങളൊക്കെ കേട്ടു, നമ്മൾ എത്രയോ വചനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര എണ്ണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? സ്തോത്രം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ വചനം എടുത്തു കളയുവാൻ ഈ പൈശാചിക ശക്തി പ്രവർത്തിക്കും. നമ്മൾ അനുവദിക്കരുത്. ഈ ദൈവവചനം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, അത് ഓർമ്മപ്പെടുത്തണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. സഭയിൽ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ പേഴ്സണലായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനങ്ങളെല്ലാം എടുത്തെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് പറയുകയാണെങ്കിൽ നമുക്കത് ഓർമ്മ കിട്ടുവാൻ ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, മുമ്പോട്ട് പോകട്ടെ. അടുത്തൊരു സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താണ്? സർദീസിലെ സഭ. ആ സർദീസിലെ സഭയുടെ കുറ്റം എന്താ? ജീവനുള്ളവന് നിനക്ക് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാകുന്നു. സ്തോത്രം. യു ഹാവ് എ ഗുഡ് റെപ്യൂട്ടേഷൻ. ഐ ആം അലൈവ്. ത്രൂ യുവർ ആക്ഷൻ, ത്രൂ യുവർ വർക്ക്, എവറിഥിങ് പീപ്പിൾ നോ ദാറ്റ് യു ആർ അലൈവ്. നീ നല്ല സ്ട്രോങ് ആണ്, വിശ്വാസിയാണെന്നൊക്കെ ആളുകൾ അറിയുന്നുണ്ട്. പക്ഷെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം നോക്കുമ്പോൾ നീ മരിച്ചവൻ, നിനക്ക് പേരേ ഉള്ളൂ. ഒരു മരിച്ച വ്യക്തിയെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾക്ക് വളരെ പരിചയമുള്ള KG സാമുവൽ എന്ന് പറഞ്ഞ മരിച്ചുപോയ ദേവദാസന്റെ മരുമകന്റെ ഫ്യൂണറലിന് ഞങ്ങൾ പോയിരുന്നു. എനിക്ക് പരിചയമുള്ളൊരു സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ ബോഡി അവിടെ കിടക്കുന്ന കണ്ടു. ആളുകൾ പലരും ദുഃഖിച്ചിരിക്കുന്നവരുണ്ട്, പല കാര്യങ്ങൾ പാട്ടുപാടുന്നവരുണ്ട്, പലതും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ആ പെട്ടി കിടക്കുന്ന ആളിന് ഒന്നും അറിയത്തില്ല. പുള്ളി കരയുന്നുമില്ല, ചിരിക്കുന്നുമില്ല. പുള്ളിക്ക് ഇതെല്ലാം കണ്ടിട്ടൊരു മനസ്സരിവുമില്ല. കാര്യം എന്താ? ചത്തതാ, ഫിസിക്കലി ഡെഡ്. ആത്മീയമായി മരിച്ച സർദീസിലെ സഭയാണെങ്കിൽ അവർക്കൊരു സന്തോഷവും ഇല്ല, അവർക്കൊരു ദുഃഖവുമില്ല. ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നു, ആരെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, പാപികൾ മാനസാന്തരപ്പെടുന്നില്ല, ഇതൊന്നും കണ്ടിട്ട് അവർക്കൊരു മനസ്സരിവുമില്ല. സ്തോത്രം. ഇതാണ് മരിച്ച ഒരു സഭയുടെ അനുഭവം. പക്ഷേ ഈ കർത്താവ് ഇവരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല, അതിനെ കറക്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാനും കൂടെ കഴിവുള്ള ഒരാളാണ്. ഞങ്ങൾ ഈ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു കാര്യം അറിയാം. സാധാരണ ഈ ബെഡിൽ കിടക്കുന്ന രോഗികളെ, വാർഡിൽ കിടക്കുന്ന രോഗികളുടെ അരികിൽ ഡോക്ടർമാർ വന്നിട്ട് നഴ്സുമായി വന്ന് വളരെ ശാന്തമായിട്ട് അവരോട് സംസാരിച്ച് രോഗവിവരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരോട് പറയും. എന്നാൽ ട്രോമ സെന്ററിൽ എമർജൻസി വാർഡിലോട്ട് നമ്മൾ ആ ഭാഗത്തോട്ട് ചെല്ലുവാണെങ്കിൽ അങ്ങനെയല്ല. ഒരു ആംബുലൻസിൽ ഒരു രോഗി എമർജൻസി ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടർമാരും നഴ്സുമാരോട് ഓടി വരും. എന്നിട്ട് അവർ പെട്ടെന്ന് ഷേക്ക് ചെയ്യുക, എന്നിട്ട് അവര് ഷൗട്ട് ചെയ്യുകയാണ് നഴ്സസിനോടൊക്കെ. അവർക്ക് ചിലപ്പോൾ ദേഷ്യം പോലും വരും. അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, ഇത് ചെയ് എന്ന് പറഞ്ഞ് അവരെ പെട്ടെന്ന്, ഇത് ഇവിടെ ശാന്തമായിട്ടിരിക്കാനുള്ള ഇടമല്ലിത്, പെട്ടെന്ന് വല്ലതും ചെയ്തേ പറ്റത്തുള്ളൂ. ഇവരിൽ അല്പം ജീവനുണ്ട്, ഇവര് ചത്തിട്ടില്ല, ചിലപ്പോൾ CPR കൊടുക്കേണ്ടി വരും. സ്തോത്രം. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യ്. ഇതുപോലെ ഈ ഡോക്ടർ പറയുകയാണ്. എന്താ പറയുന്നത്? ഉണർന്നോ, വേക്കപ്പ്, ഉണര്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക്.
ഒരു CPR കൊടുക്ക്. സ്തോത്രം. എന്നിട്ട് നിന്റെ പ്രവൃത്തി നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതല്ല, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്തെന്ന് ഓർക്ക്. റിമെമ്പർ വാട്ട് യു ഹേർഡ് ആൻഡ് ടോട്ട്. നീ എന്താ നിന്നെ പഠിപ്പിച്ചത്, നീ എന്താ കേട്ടിട്ടുള്ളതെന്ന് നീ ഓർക്ക്. ഓർത്തിട്ട് പിന്നെ അത് കേൾക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നിനക്ക് ഇച്ചിരി കോൺഷ്യസ് ഒക്കെ ഉണ്ട്, അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഈ കിടക്കപ്പോഴങ്ങ് കിടക്കുവാണെങ്കിൽ നീ പിന്നെ അങ്ങ് കോമയിലോട്ട് പോയി തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഉണര്, ഓർക്ക്. നീ എന്തുവാ കേട്ടത്, എന്താ പഠിച്ചതെന്നൊക്കെ ഓർക്ക്. അതിലോട്ട് മടങ്ങി വാ, മാനസാന്തരപ്പെട്. ഇതാണ് അവരോട് പറയുന്നത്. അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ നിനക്കൊരു പരിണിത ഫലമുണ്ട്. സ്തോത്രം. നിന്റെ ആത്മീയമായ ജീവിതത്തിൽ നീ ഉണരാതിരുന്ന ഞാന് കള്ളനെ പോലെ വരും. ഇഫ് യു റിഫ്യൂസ് ദിസ് വാണി ഐ വിൽ കം ലൈക്ക് എ തീഫ്. ഞാൻ കള്ളനെ പോലെ വരും. ഏത് സമയം വരുമെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ നീ ഇത് കേട്ട് മാനസാന്തരപ്പെടുവാണെങ്കിൽ ഞാൻ നിനക്കൊരു സ്പെഷ്യൽ ഡ്രസ്സ് തരും, വൈറ്റ് ഷർട്ട്, നിനക്കൊരു വൈറ്റ് ഡ്രസ്സ് ചെയ്യാൻ തരും. ഞാൻ ഈ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സ്തോത്രം. ജയിക്കുന്നവനാക്. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയത്തില്ല. ഐ വിൽ നോട്ട് എറൈസ് യുവർ നെയിം ഫ്രം ദ ബുക്ക് ഓഫ് ലൈഫ്. അത് എന്റെ പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. ഐ വിൽ ടെൽ ടു ദം, ദിസ് വൺ ഈസ് മൈ, ഹർ നെയിം ഈസ് ദിസ്, ഹിസ് നെയിം ഈസ് ദിസ്. ഞാൻ അവരുടെ പേര് എന്റെ പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. എന്തോ ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഉടുപ്പ് മലിനമാക്കാതെ നാം ദൈവത്തിനു വേണ്ടി ജീവനുള്ളവരായി നിന്നാൽ നമുക്ക് ഈ പ്രതിഫലം കിട്ടും. അപ്പൊ ഈ വചനത്തിന് മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമുക്ക് ജീവനുള്ളവരെന്ന് പേരേ ഉള്ളോ, അതോ നമ്മൾ ജീവനുള്ളവരാണോ? ജീവനുള്ളവരുടെ പ്രവൃത്തി നമുക്ക് കാണുവാനിടയാകണം. അടുത്ത സഭയെക്കുറിച്ച് പറയുന്നതിലേക്ക് വരാം. ഫിലിപ്പിയ സഭ. ഫിലദൽഫിയയിലെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായവൻ അരുളി ചെയ്യുക, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഐ നോ യുവർ വർക്ക്. അല്പമേ ശക്തിയുള്ളൂ, പക്ഷേ അവരവന്റെ വചനം കാത്തു. They kept his word. They did not denied his name. അവന്റെ നാമത്തെ അവര് നിഷേധിച്ചില്ല. സ്തോത്രം. അവരോടും പറയുന്നുണ്ട്, പ്രതിഫലം ഇതാണ് കേട്ടോ. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന സാത്താന്റെ പള്ളിക്കാരുണ്ടല്ലോ, യുവർ എനിമീസ് ഐ വിൽ മേക്ക് ദം ടു കം ബിഫോർ യു ആൻഡ് ഹംബിൾ യു ബിഫോർ യു. നിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ നിന്റെ ശത്രുക്കളെ ഞാൻ കൊണ്ടുവരും. സ്തോത്രം. അത് ഞാൻ നിനക്ക് കിരീടം തരും. അത് നിന്റെ കയ്യിൽ നിന്ന് ആർക്കും എടുത്തു കളയുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഞാൻ ഒരു പുതിയ നാമവും നിന്റെ മേൽ എഴുതും. ഇതാണ് അവരുടെ പ്രോമിസ്. അടുത്ത ലവോദിക്ക സഭയുടെ കാര്യമാണല്ലോ നമ്മൾ വായിച്ചത്. ലവോദിക്ക സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ പറയുന്നുണ്ട് ഞാൻ ധനവാനാണ്, സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല. പക്ഷെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഇവര് പറയുന്നത് ഇവര് ഭയങ്കര റിച്ചാണ്. ഫിനാൻഷ്യലി ഒരു റിച്ച് പ്ലേസ് ആയിരുന്നു ഈ ലവോദിക്ക പട്ടണം. അവിടെ ഒരു വലിയ ഒരു ബാങ്ക് സിസ്റ്റം ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ അവിടേക്ക് ഒഴുകിയിരുന്നു. അവരുടെ ബിൽഡിങ്ങുകളും എല്ലാം അതിന് പ്രത്യേകതയുള്ളതായിരുന്നു. അതുകൊണ്ട് അവരുടെ സഭയിലും ആളുകൾ എല്ലാവരും ഭയങ്കര റിച്ച് ആയിരുന്നു. ഞങ്ങൾ ധനവാന്മാരാണ്, ഞങ്ങൾക്കൊന്നിനും കുറവൊന്നുമില്ല. സ്തോത്രം. ഞങ്ങൾ ധനവാൻ, സമ്പന്നൻ, ഒന്നിനും കുറവില്ല എന്ന് അവർ പറയുന്നത്. അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു, അവർക്ക് പ്രത്യേകമായ ഒരു മെഡിസിൻ, ഒരു പൊടി, ആ പൊടിയുടെ പേരുണ്ട്. ആ പൊടി വെള്ളത്തിലിട്ട് കലക്കി കണ്ണിൽ പ്ലേസ് ചെയ്ത് അത് ഒഴിച്ചാൽ കണ്ണിലെ ഒരു അസുഖത്തിന് മാറുന്ന ഒരു മരുന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേറെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നത് ഫാൻസി ഡ്രസ്സ്
ഗാർമെന്റ്സിന്റെ എല്ലാം ക്ലോത്തിന്റെ ഒക്കെ ബിസിനസ് അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രഷ്യസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് മെഡിസിൻ ഉണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പണമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇവരിയ്ക്കുന്നത്. പക്ഷേ കർത്താവ് നോക്കി പറയുക, ഇതൊക്കെ നീ പറയുന്നെങ്കിലും ഉണ്ടല്ലോ, നീ ദരിദ്രനാണ്. യു ആർ wretched, യു ആർ പുവർ, യു ആർ നേക്കഡ്, യു ആർ ബ്ലൈൻഡ്. ആമേൻ, സ്തോത്രം. നീ ദരിദ്രനാണ്, അരിഷ്ടനാണ്. കാരണം എന്താ? നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹവും ഒന്നും നിനക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത wretched പേഴ്സൺ ആണ് നീ. നിനക്ക് ആത്മീയമായിട്ട് ആ വിശ്വാസത്തിൽ നീ സമ്പന്നനാകേണ്ടവനാണ്. അങ്ങനെയല്ല. നീ വിചാരിക്കുന്നു കുറെ സൽപ്രവൃത്തികളൊക്കെ ചെയ്താൽ നിന്റെ നഗ്നത മറയ്ക്കാമെന്ന്, നീ നല്ലതാകുമെന്ന് ലോകം അറിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കുന്നതല്ല. നിന്റെ കണ്ണിന് കാഴ്ചയില്ല, ആത്മീയമായ കാഴ്ചപ്പാട് നിനക്കില്ല. നീ നിർഭാഗ്യവാനും കുരുടനും നഗ്നനുമാണ്. പക്ഷേ സ്തോത്രം, നിനക്ക് ഈ കുറ്റം പറയുക മാത്രമല്ല, ഇതിൽ നിന്നും കറക്റ്റ് ചെയ്യാനുള്ളൊരു മാർഗം കൂടെയുണ്ട്. സ്തോത്രം. നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേവം എന്നോട് നീ ചോദിച്ചു വാങ്ങണം. നീ വിശ്വാസത്തിന്റെ പൊന്ന് എന്നോട് നീ വിലയ്ക്ക് വാങ്ങണം. ഞാൻ നിനക്ക് ആ നീതിയുടെ വസ്ത്രം തരാം. സ്തോത്രം. അങ്ങനെ നീ ജയിക്കുവാണെങ്കിൽ, സ്തോത്രം, എന്നോടുകൂടെ സിംഹാസനത്തിരിക്കുവാൻ പിതാവ് എനിക്ക് വരം തന്നതുപോലെ എന്നോടുകൂടെ സിംഹാസനത്തിരിക്കുവാൻ ഞാൻ നിനക്ക് വരം നൽകും. ദൈവമക്കളെ, ഈ സഭകൾക്കുള്ള കുറവുകളെ കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കുറ്റങ്ങൾ ഏതെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം. ഈ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണം വരുത്തുവാൻ ദൈവാത്മാ പറഞ്ഞിരിക്കുന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ എന്ത് ക്രമീകരണമാണ് വരുത്തേണ്ടത്? ദൈവം എന്നെക്കുറിച്ച് എന്ത് കമന്റാണ് പറയുന്നത്? എനിക്കൊരു ജയാളിയാകണം. സ്തോത്രം. എനിക്ക് സാഹചര്യങ്ങളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. എൻ്റെ സാഹചര്യത്തിനാണ്, എനിക്ക് നല്ല കൂട്ടായ്മയൊന്നുമില്ല, എന്നോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ആരുമില്ല, ഇങ്ങനെയൊക്കെ പല ഒഴിവഴികൾ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ജയാളിയാകുന്ന യേശുവിനെ നോക്കുക. യേശുവിന് പറയുവാൻ കഴിയും, ആദം ഹവ്വയും മനോഹരമായ ഏദൻ തോട്ടത്തിലായിരുന്നു. അവർ രണ്ടുപേരുണ്ടായിരുന്നു കൂട്ടായ്മയ്ക്ക്. എന്നാൽ മരുഭൂമിയിലായിരുന്നു ഞാൻ തനിയെയുള്ളായിരുന്നു. സാഹചര്യങ്ങളെല്ലാം മോശമായിരുന്നു. പക്ഷേ ഞാൻ ശത്രുവിനെ ജയിച്ചു. സോ വി കനോട്ട് ബ്ലെയിം അവർ സർക്കംസ്റ്റാൻസസ്. തിങ്ക് അബൌട്ട് ജോസഫ്. ജോസഫിനെ നോക്കുക. ജോസഫിന് പറയുവാൻ കഴിയും, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു, പക്ഷേ അദ്ദേഹം ജയിച്ചു. അതുപോലെ ദൈവമക്കളാകുന്ന നമ്മൾ ജയാളികളായി പ്രതിഫലം വാങ്ങുവാൻ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ ജയിക്കുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവ്, എനിക്ക് ജയാളിയാകണം, ആ പ്രതിഫലം എനിക്ക് ലഭിക്കണം. നീ കള്ളനെ പോലെ വരുമെന്ന് നിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ഏത് നിമിഷം വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കിരീടം നഷ്ടപ്പെട്ടു പോകാതെ, എൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതെ ജയാളിയായിരിക്കാൻ എനിക്ക് നീ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അതിന് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.